ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാറുവിൻ്റെ നിർബന്ധപ്രകാരം തന്നെ ഗൗതം നിധിയുടെ റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. ആ സമയത്തൊക്കെ നിധി ലാപ്ടോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കാവും. അങ്ങനെ ഗൗതമിനെ കാണുന്ന സമയത്ത് എന്താ സാറിന് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ റൂമിൽ ബാൽക്കണിയിൽ ഉറങ്ങണ്ട എന്നും പറഞ്ഞ് അമ്മ പറഞ്ഞയച്ചതാണ്, അതുകൊണ്ട് ഇനി മുതൽ ഇവിടെയാണ് കിടന്നുറങ്ങുന്നത് എന്ന് പറയാട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട് ഗൗതമിനോട്, എന്നാൽ സാർ ഈ ബെഡിലേക്ക് കിടന്നോളൂ, ഞാൻ അവിടെ ഇരുന്നോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട, നീ ജോലി ചെയ്തോ, ഞാൻ ഇവിടെ സോഫയിൽ തന്നെ കിടന്നുറങ്ങിക്കോളാം എന്നും പറഞ്ഞ് അവിടെ കിടന്നങ്ങ് ഉറങ്ങും. ഗൗതം ഉറങ്ങിക്കഴിഞ്ഞ ശേഷം നിധി ഗൗതമിനെ നോക്കുന്ന സമയത്ത് ഗൗതമിനെ തണുത്ത് വിറയ്ക്കുന്നത് കാണാണ്. അങ്ങനെ നിധി ഒരു പുതപ്പെടുത്ത് ഗൗതമിനെ അങ്ങ് പുതപ്പിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആ പുതപ്പിക്കുന്ന സമയത്ത് ഗൗതമിൻ്റെ കൈക്കുള്ളിൽ അങ്ങ് നിധിയുടെ കൈ അങ്ങ് പെടുകയാണ്. അങ്ങനെ നിധി കുറേ അങ്ങ് വലിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ കൈ. അങ്ങനെ എൻ്റെ കൈ എന്നും പറഞ്ഞ് നിധി ഗൗതം സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ഗൗതം നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ നിധി വലിച്ചങ്ങ് എടുക്കാൻ കേട്ടോ നിധിയുടെ കൈ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗൗതം അങ്ങ് ഉണരുകയാണ്. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അത് സാറിങ്ങനെ തണുത്ത് വിറക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ പുതപ്പിട്ട് തന്നതാണ് എന്ന് പറയാണ്. അപ്പോൾ ഗൗതം താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഗൗതം അങ്ങ് ഉറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ നിധി ഗൗതമിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഗൗതമിന് ഇത്രയ്ക്കധികം ക്ഷീണമുണ്ടായിരുന്നോ, എന്നിട്ടാണോ ഞാൻ അദ്ദേഹത്തെ ബാൽക്കണിയിൽ പോയി ഉറങ്ങാൻ സമ്മതിച്ചത് എന്നുള്ള ആ ഒരു കുറ്റബോധം നിധിയുടെ മനസ്സിലങ്ങ് വരികയാണ്. അങ്ങനെ നിധി ഗൗതമിനെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്താണ് നിധിയുടെ ഫോണിലേക്ക് നിഖിൽ അങ്ങ് വിളിക്കാൻ കേട്ടോ. എന്താ നിഖിൽ നീ ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് ചോദിക്കും. ചേച്ചി, അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി, എന്നിട്ട് ഞങ്ങളിപ്പോൾ അമ്മയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്, അമ്മ ഇവിടെ ICUവിലാണ് എന്ന് പറയുമ്പോൾ നിധി ആകെ അങ്ങ് പേടിക്കാൻ കേട്ടോ. അപ്പോൾ എന്താണ് അമ്മയ്ക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് കരയാണ്. അങ്ങനെ ആ സൗണ്ട് കേട്ടിട്ട് അങ്ങ് ഗൗതം എണീക്കാൻ കേട്ടോ. എന്ത് പറ്റി, എന്താണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് അത്ര, എനിക്ക് അമ്മയുടെ അടുത്തേക്ക് ഇപ്പം തന്നെ പോവണം, നീ ടെൻഷൻ ആവല്ലേ, നീ കരയാതിരിക്കുക, നമുക്ക് ഇപ്പോൾ തന്നെ പോവാം എന്ന് പറഞ്ഞ് ഗൗതം നിധിയെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം നിഖിലും അമ്മാവനും രേണുകയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചത് അമ്മാവ എന്ന് നിധി ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് കിച്ചണിൽ നിന്നൊരു സൗണ്ട് കേട്ട് ഞങ്ങൾ അങ്ങ് പോയി നോക്കുന്ന സമയത്ത് ചന്ദ്രി അവിടെ വീണ് കിടക്കുകയായിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ചന്ദ്രിക്ക് സന്തോഷത്തോടു കൂടി ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷമാണ് ചന്ദ്രി അടുക്കളയിലേക്ക് പോയത്. പിന്നീട് അവിടുന്ന് സൗണ്ട് കേട്ടിട്ടാണ് ഞാനും നിഖിലും കൂടി ഓടിച്ചെല്ലുന്നത്. ആ സമയത്ത് ചന്ദ്രി നിലത്ത് ബോധമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴാവും ഡോക്ടർ അവിടെ നിന്ന് വരികയാണ്. അങ്ങനെ ഡോക്ടറോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അമ്മയ്ക്ക്. നീ പേടിക്കേണ്ട നിധി, കുഴപ്പമൊന്നുമില്ല, അമ്മ പ്രഷർ നന്നായിട്ട് കുറഞ്ഞിരുന്നു, പിന്നെ അമ്മയ്ക്ക് ശ്വാസമുട്ട് കൂടി ഉള്ളതല്ലേ, അതുകൊണ്ടാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി 2 മണിക്കൂർ നേരത്തേക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ, ഇപ്പോഴാണ് ചന്ദ്രി ഉറങ്ങിയത് എന്ന് ഡോക്ടർ പറയാൻ കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം ഡോക്ടർ എന്ന് പറയുമ്പോൾ എന്നാൽ ശല്യപ്പെടുത്താതെ നീ ഒന്ന് പോയി കണ്ടേക്ക് എന്ന് പറഞ്ഞ് നിധി അങ്ങ് കയറി പോവാണ്ടോ ചന്ദ്രയുടെ റൂമിലേക്ക്. എന്നിട്ട് അമ്മയെ കാണുമ്പോൾ പൊട്ടിക്കരയാണ്. അമ്മേ ഞാൻ വന്നു, നിധി വന്നിരിക്കുന്നു, അമ്മ കണ്ണ് തുറക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊട്ടിക്കരയാണ്. അങ്ങനെ നിധിയുടെ ബഹളവും കരച്ചിലൊക്കെ കേട്ട് ചന്ദ്ര അങ്ങ് ഉണരുകയാണ് കേട്ടോ. എന്നിട്ട് മുഖത്ത് വെച്ചിരിക്കുന്ന മാസ്ക് അങ്ങ് മാറ്റിയ ശേഷം മോളെ നീ വിഷമിക്കേണ്ട, എനിക്ക് അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല, അമ്മ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാവുന്നു, നമുക്ക് വീട്ടിലേക്ക് പോവാം അമ്മ, ഇവിടെ കിടക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, നിനക്കറിയാവുന്ന കാര്യമല്ലേ എനിക്ക് ശ്വാസം മുട്ട് ഉള്ളത്, അതിൻ്റെയാണ്, അല്ലാതെ എനിക്ക് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഈ അസുഖം വന്നത്, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് സമാധാനിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് ഗൗതമിനെ കാണുന്ന സമയത്ത് എന്തിനാ മോനെ നീ കൂടി ഈ സമയത്ത് വന്നത്, അതൊന്നും സാരമില്ല അമ്മേ, നിധി ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയായിരുന്നു, പിന്നെ ഞങ്ങൾ ഇവിടേക്ക് വന്നതിലൊന്നും അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾ 2 പേരും സന്തോഷത്തോടു കൂടി ജീവിക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചന്ദ്രി ഗൗതമിനോടും നിധിയോടും കൂടി പറയാൻ കേട്ടോ. നിധിയോട് പറയാണ് മോളെ നീ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് നിനക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത്, അതുകൊണ്ട് നിങ്ങൾ 2 പേരും സന്തോഷമായിട്ട് ജീവിക്കണം, അതാണ് ഈ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് പറയാണ് അല്ല എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നത്, ശ്വാസം മുട്ടലുള്ള ആളല്ലേ, എന്തിനാണ് മാസ്ക് ഊരിയത്, എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയേ എന്നും പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് അങ്ങ് മാസ്ക് വെച്ച് കൊടുത്ത ശേഷം എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറയാൻ കേട്ടോ. അങ്ങനെ രേണുകയും അശോകനും ഗൗതമും നിഖിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ചന്ദ്രയുടെ അടുത്ത് നിധി മാത്രം അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ബില്ലടക്കണമെന്ന് സിസ്റ്റർ പറയുമ്പോൾ അശോകനാകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ലല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഗൗതം പറയണ അമ്മാവൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ബില്ലൊക്കെ അടച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ബില്ലടക്കം
കട്ടാക്കാൻ വേണ്ടി ഗൗതം അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഈ സമയത്താവും രേണു ഓഫീസിലെ മാനേജറും കൂടി കെണി ഒരുക്കി വെച്ചിട്ടുണ്ടാവും. നിഖിലിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം, എന്നാലാണ് നിധിയുടെ അഹങ്കാരത്തിനൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ആ ദുഷ്ടബുദ്ധിയോടുക്കനായിരിക്കും കേട്ടോ രേണുക നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ നിഖിലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഓഫീസിലെ മാനേജറും കുറച്ച് പോലീസുകാരും കൂടി വരികയാണ്. എന്നിട്ട് എവിടെയാ നിഖിൽ എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നിഖിലിൻ്റെ അടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് നിഖിലിനോട് പറയാണ്, നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് വന്നത് എന്നങ്ങ് പറയുമ്പോൾ, എന്തിന്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ ഇയാളുടെ കമ്പനിയിൽ ജോലിക്ക് പോയിരുന്നില്ലേ? ആ പോയിരുന്നു. ഇയാളുടെ കമ്പനിയിൽ നിന്നും നീ 2 ലക്ഷം രൂപ മോഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇയാൾ എനിക്ക് പരാതിയും തന്നിട്ടുണ്ട്. അതിനാണ് നിന്നെ ചോദ്യം ചെയ്യാനാണ് കൊണ്ടുപോകുന്നത് എന്ന്. ഇല്ല സാർ, ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ല, ഞാൻ അത്രക്കാരനുമല്ല, അതുകൊണ്ട് ഇയാൾ എന്നോടുള്ള ദേഷ്യം തീർക്കുന്നതാണ് എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ കേട്ടോ. അപ്പോൾ ഈ ബഹളം കേട്ട് നിധി അങ്ങ് പുറത്തേക്ക് വരികയാണ്. എന്താണ് സാർ, എന്തിനാണ് എൻ്റെ അനിയനെ അറസ്റ്റ് ചെയ്യാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇവൻ 2 ലക്ഷം രൂപ ഇയാളുടെ കമ്പനിയിൽ നിന്നും മോഷ്ടിച്ചിട്ടുണ്ട്, അതിനാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിഖിലിനെ കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ, ഇല്ല, എൻ്റെ അനിയൻ പഠിക്കുന്ന പയ്യനാണ്, അവന് ഒരിക്കലും മോഷ്ടിക്കില്ല, അവന് അത്തരക്കാരനുമല്ല എന്ന് നിധി അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് തിരിയണ സമയത്താവട്ടോ ഈ മാനേജറെ അങ്ങ് കാണണം. ഇയാളാണോ പരാതിക്കാരൻ, ഇയാൾക്ക് എന്നോടാണ് ദേഷ്യമുള്ളത്, എൻ്റെ അനിയനൊരു പാവമാണ്, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോടാണ് തീർക്കേണ്ടത്, അല്ലാതെ എൻ്റെ അനിയനെ ഒരു കരുവാക്കരുത്, എൻ്റെ അനിയൻ്റെ ജീവിതം നീ ഇല്ലാതാക്കരുത്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ് എന്നൊക്കെ പറഞ്ഞ് നിധി ആ മാനേജറുമായിട്ട് അങ്ങ് മെക്കെട്ട് കയറാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇല്ല, ഇയാൾക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് എൻ്റെ അനിയനെ പരാതി കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, എന്ത് പരാതി, അതൊന്നുമല്ല, എന്ത് വകയിലാണ് നിന്നോട് ദേഷ്യം എന്നൊക്കെ പോലീസ് ചോദിക്കും. നിധി ഉണ്ടായ കാര്യങ്ങളൊക്കെ പോലീസിനോട് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഇയാളുടെ കമ്പനിയിലാണ് എൻ്റെ അനിയൻ ജോലി ചെയ്തിരുന്നത്, എന്നിട്ട് ഇയാളുടെ ദേഹത്തേക്ക് കുറച്ച് ചായ പോയ സമയത്ത് അയാൾ എൻ്റെ അനിയനെ ഒരു ആവശ്യവുമില്ലാതെ അടിച്ചു, അതിൻ്റെ പേരിൽ തിരിച്ചടിക്കാൻ വേണ്ടി എൻ്റെ അനിയനോട് ഞാനാണ് പറഞ്ഞത്, ആ ദേഷ്യത്തിനാണ് ഇയാളിപ്പോൾ കള്ളത്തരത്തിലുള്ള ഒരു തെളിവുമായിട്ട് വന്നിട്ടുള്ളത്, എൻ്റെ അനിയൻ ഒരിക്കലും മോഷ്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. പക്ഷേ അതൊന്നും തന്നെ പോലീസ് കേൾക്കാൻ കൂട്ടാക്കാതെ നിഖിലുമായിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അശോകനും കൂടി പറയുന്നുണ്ട്, ഇവൻ ഒരു തെറ്റും ചെയ്യില്ല, ഇവൻ ഒരു പാവം കുട്ടിയാണ്, ഒരിക്കലും ഇവൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നൊക്കെ അശോകനും കൂടി പറയുന്നുണ്ട്. എൻ്റെ അമ്മ ICUവിലാണ്, ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല, സാർ പ്ലീസ് ഒന്ന് വെറുതെ വിടണം, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലീസ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നിഖിലുമായിട്ട് താഴേക്ക് അങ്ങ് പോവാൻ. രേണുക ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുകയാണ്. എന്നിട്ട് രേണുക ഒന്നും അറിയാത്ത ഭാവത്തിൽ നിഖിലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, എടാ നിഖിൽ, നീ അങ്ങനെ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ അങ്ങ് അവർക്ക് തിരിച്ചു കൊടുത്തേക്ക്, എന്നിട്ട് ഞങ്ങൾ ഈ പോലീസുകാരൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ കേസിൽ നിന്നും ഞങ്ങൾ നിന്നെ ഒഴിവാക്കി തരാം, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറയും. ഇല്ല അമ്മായി, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല, എനിക്കൊരിക്കലും അതിന് കഴിയില്ല, ഞങ്ങൾ അത്രക്കാരപ്പെട്ട കുടുംബത്തിലുള്ളവരൊന്നുമല്ല എന്ന് പറയുമ്പോൾ നിഖിലിനെ അങ്ങ് അടിക്കാൻ ഓങ്ങാൻ കേട്ടോ പോലീസ്. അപ്പോൾ ഇല്ല, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്ന് നിധിയും കൂടി പറയാണ്. അപ്പോൾ രേണുക പറയാണ്, അല്ല നീ ഇനി വീട്ടിലോ അല്ലെങ്കിൽ നിൻ്റെ ഈ സ്കൂട്ടിയിലോ ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ നീ കൊണ്ടുവന്ന പൈസ എന്ന് പറയുമ്പോൾ പോലീസിന് അതൊരു സംശയമാണ്. അങ്ങനെ കൂടെയുള്ള പോലീസുകാരൻ, ഈ ബൈക്ക് നിൻ്റെയാണോ, എന്നാൽ ഇതിൻ്റെ ചാവി എവിടെയടാ എന്നങ്ങ് ചോദിക്കുമ്പോൾ നിഖിൽ ആ ചാവി എടുത്ത് അങ്ങ് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ആ സ്കൂട്ടി അങ്ങ് തുറന്ന ശേഷം അതിൻ്റെ ഉള്ളിൽ അങ്ങ് ആ പൈസ കിട്ടുകയാണ് കേട്ടോ. 2 ലക്ഷം രൂപയിൽ നിന്നും 1 ലക്ഷം രൂപയായിരിക്കും അതിൽ വെച്ചിട്ടുണ്ടാവുക രേണുക. അങ്ങനെ രേണുക വെച്ച പ്രകാരം തന്നെയാണ് കേട്ടോ ആ പൈസ കിട്ടുന്നത്. എന്നിട്ട് പോലീസ്, കണ്ടില്ലേ സാറേ, ഇതിലിതാ 1 ലക്ഷം രൂപ എന്ന് പറയും. നിധിയും നിഖിലും അശോകനും ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ നിഖിൽ പറയുന്നുണ്ട്, എനിക്കറിയില്ല ഈ പൈസ എങ്ങനെയാണ് ഇതിൽ വന്നത് എന്നുള്ളത്, എനിക്കറിയില്ല, ഇതിലെന്തോ ചതിയുണ്ട് എന്ന് പറയുമ്പോൾ നിഖിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ നിധിയും കൂടെ പറയുന്നുണ്ട്, സാറേ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല, ഇവൻ അങ്ങനെ ചെയ്യുന്ന കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നിധി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസ് നിഖിലിനെ അടിക്കാൻ വേണ്ടി നോക്കിയിട്ട് പറയാണ്, മര്യാദക്ക് ബാക്കി 1 ലക്ഷം രൂപ എവിടെയാണെന്ന് മര്യാദക്ക് നീ പറഞ്ഞോ, അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങ് ബഹളം വെക്കുകയാണ്. ആ സമയത്താണ് ഇതൊക്കെ കേട്ടും കൊണ്ട് ഗൗതം അങ്ങ് വരികയാണ്. അപ്പോൾ ഗൗതമിനെ കാണുമ്പോൾ ആ ഓഫീസിലെ മാനേജർ അങ്ങ് അതിശയിക്കേണ്ട, ഗൗതം സാർ, എന്താ സാർ ഇവിടെ, സാറിനെ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഗൗതം സാർ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ഗൗതം പോലീസിനോട് പറയാണ്, എന്താണ് സാർ പ്രശ്നം, എന്തിനാണ് ഈ കുട്ടിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇത് എൻ്റെ അളിയനാണ്, എൻ്റെ ഭാര്യയുടെ അനിയനാണ് എന്ന് പറയുമ്പോൾ ഈ ഓഫീസർ, മാനേജറായ ഓഫീസർ ഒന്നങ്ങ്
അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. അയ്യോ, ഇത് ഗൗതം സാറിൻ്റെ അളിയനായിരുന്നോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ ആ ഗൗതം സാർ ഈ പയ്യൻ ഇവരുടെ 2 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതിൽ നിന്നും 1 ലക്ഷം രൂപ കിട്ടി. ഇനി 1 ലക്ഷം കൂടി രൂപയുണ്ട്, അത് കണ്ടെത്തണം. അതിന് ഇവനാണ് മോഷ്ടിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ്റെ ബൈക്കിൽ നിന്നാണ് ഈ 1 ലക്ഷം രൂപ കിട്ടിയത്. ശരി, എന്നാൽ 1 ലക്ഷം രൂപ കിട്ടി, അത് അയാൾക്ക് കൊടുത്തേക്ക്. ബാക്കി 1 ലക്ഷം രൂപ കൂടിയല്ലേ, അത് ഞാൻ അങ്ങ് തന്നേക്കാം. എന്തായാലും ഈ പയ്യനെ ഇപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുതെന്ന് നിധി അങ്ങ് പറയാണ്. അങ്ങനെ പറയരുത് ഗൗതം സാർ. അപ്പോൾ 1 ലക്ഷം രൂപ ഗൗതം സാർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അനിയൻ തന്നെയാണ് ഇത് മോഷ്ടിച്ചത് എന്നാവില്ലേ? എൻ്റെ അനിയൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിന് ഇവരുടെ 2 ലക്ഷം രൂപ ഞങ്ങൾ തന്നെ കൊടുക്കണം? അതുകൊണ്ട് അതല്ല, ഇതിൽ എന്തോ ചതിയുണ്ട് എന്ന് പറയുമ്പോൾ നിഖിൽ പറയണം, ഇല്ല ഗൗതം സാർ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, എനിക്കറിയില്ല. എൻ്റെ സ്കൂട്ടിയിൽ എങ്ങനെയാണ് ഈ 1 ലക്ഷം രൂപ വന്നത് എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ സമ്മതിച്ചു. പക്ഷേ ഇവർ ഇപ്പോൾ നിഖിലിനെ ഈ ഒരു തെളിവ് പ്രകാരം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതോടുകൂടി നിഖിലിൻ്റെ ഭാവി തന്നെ ഇല്ലാതാവും. കാരണം നിഖിൽ ഒരു വിദ്യാർത്ഥിയാണ്, പിന്നീട് ഇവൻക്ക് തുടർന്ന് പഠിക്കാനോ ഒന്നിനും തന്നെ കഴിയില്ല. അപ്പോൾ ഈ കേസ് അങ്ങ് ഒത്തുതീർക്കുകയല്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇയാൾക്കുള്ള 1 ലക്ഷം രൂപ ഇപ്പോൾ ഇയാളുടെ കിട്ടിയില്ലേ, ഇനി മറ്റൊരു ലക്ഷം രൂപ അത് ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നിധിയെ അങ്ങ് സമ്മതിപ്പിക്കാൻ കേട്ടോ ഗൗതം. അങ്ങനെ പോലീസിനോട് പോകാൻ വേണ്ടി പറയാണ് ഗൗതം. അപ്പോൾ പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് തരണമെന്ന് ആ മാനേജറോട് കൂടി പറയാണ്. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, ഞാൻ വരാം സാർ, എൻ്റെ 2 ലക്ഷം രൂപ കിട്ടിയല്ലോ, അപ്പോൾ ഇനി എനിക്ക് പരാതിയില്ല, ഞാൻ എന്തായാലും വന്ന് ഒപ്പിട്ട് തന്നോളാം എന്ന് പറഞ്ഞ ശേഷം പോലീസ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പോലീസ് പോയി കഴിഞ്ഞ ശേഷം ആ ഓഫീസറോട് ഒന്ന് ചൂടായിട്ട് തന്നെ ഗൗതം അങ്ങ് സംസാരിക്കാൻ കേട്ടോ. എന്തിൻ്റെ പേരിലാണ് ഈ പാവം പിടിച്ച പയ്യനെ നീ പ്രതിയാക്കാൻ നോക്കിയത്? വേണ്ടങ്ങ് ചൂടാവാണ്. അപ്പോൾ നിധി ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അക്കാരണത്താലാണോ, ആ പക കൊണ്ടാണോ ഈ പാവം പിടിച്ച പയ്യനെ നീ കുരുക്കാൻ നോക്കിയത് എന്ന് പറഞ്ഞ് ചൂടാവണം കേട്ടോ. ആ മാനേജർക്ക് ആകെ അങ്ങ് പേടിയാവാണ്. ഗൗതം സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ കമ്പനി തന്നെ പൂട്ടിച്ച് കളയാനും ഈ ഗൗതം സാറിന് കഴിയും. നിനക്ക് പണമാണ് വേണ്ടതെങ്കിൽ നീ ചോദിച്ച പണം ഞാൻ തരും. പക്ഷേ നീ എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ഈ കുട്ടിയുടെ തലയിൽ വെക്കാൻ വേണ്ടി നോക്കിയത് എന്നങ്ങ് പറയുമ്പോൾ രേണുക ഒന്നങ്ങ് പതറിപ്പോവാൻ കേട്ടോ. അപ്പോൾ അയാൾ എന്നിട്ട് അങ്ങ് സത്യങ്ങളെല്ലാം തന്നെ പറയാണ്. ഈ നിൽക്കുന്ന രേണുക പറഞ്ഞിട്ടാണ് ഞാൻ ഈ പൈസ 2 ലക്ഷം രൂപ നിഖിൽ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തത്. എന്നിട്ട് ഇവരാണ് ഈ കുട്ടിയുടെ ബൈക്കിൽ പൈസ കൊണ്ടുവച്ചത് എന്നുള്ള കാര്യമൊക്കെ തന്നെ ആ മാനേജർ അങ്ങ് വിളിച്ച് പറയാൻ കേട്ടോ. അത് കേട്ടതോടുകൂടി അശോകനും നിഖിലും നിധിയും ഗൗതമും ആകെ അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. അപ്പോൾ രേണുക ആകങ്ങ് പതറിപ്പോവാണ്. ഗൗതം രേണുകയെ അങ്ങ് ഒരുപാട് അങ്ങ് ചീത്ത പറയാൻ കേട്ടോ. എന്തിനാണ് നിങ്ങൾ നിധിയെയും നിഖിലിനെയും അവരുടെ അമ്മയെയും ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് നേടാനാണ്? ഇവനൊരു പഠിക്കുന്ന കുട്ടിയല്ല, അതെങ്കിലും നിങ്ങൾ ഓർത്തൂടെ? ഇവൻ്റെ പേരിൽ ഈ സമയത്ത് വല്ല പോലീസ് കേസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവനിക്കുണ്ടോ നല്ലപോലെ ജീവിക്കാൻ പറ്റുക, നല്ലൊരു ജോലി കിട്ടുമോ? ഒന്നും തന്നെ ഉണ്ടാവില്ലല്ലോ. എന്തിനാണ് നിങ്ങൾ ഇവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗൗതം അങ്ങ് ചൂടായി സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ അശോകൻ പറയാണ്, ഇവളൊരു രാക്ഷസിയാണ്, ഇവൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. നിഖിലിന് നല്ലൊരു ജോലി കിട്ടരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇവൾ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. അവനൊക്കെ നശിച്ചു കാണണം, നിധിയും നിഖിലും ചന്ദ്രയൊക്കെ നശിച്ചു കാണണം എന്ന് മാത്രമാണ് ഇവളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അശോകനും കൂടി രേണുകയെ ഒരുപാട് അങ്ങ് പറയാണ്. നീ ഇങ്ങനത്തെ ഓരോ പാപങ്ങൾ ചെയ്തു കൂട്ടിയത് കൊണ്ട് തന്നെയാണ് ശിവാനി ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയത്. ഇപ്പോൾ അവളുടെ അവസ്ഥ എന്താണെന്ന് പോലും ആർക്കും അറിയില്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയാണ്, മതി അമ്മാവ, അതിനെക്കുറിച്ചൊന്നും പറയരുത്, അക്കാര്യത്തെക്കുറിച്ച് എന്നോട് ഓർമ്മിപ്പിക്കുക പോലും ചെയ്യരുത്. എന്നിട്ട് രേണുകയോട് ഗൗതം പറയാണ്, നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന ഓരോ പാപവും നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് കിട്ടുമെന്നുള്ളത് ഓർമ്മയിൽ വെച്ചോ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി ഗൗതം രേണുകയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങ് പറയാണ്. എന്നിട്ട് നിഖിലിനോട് ഗൗതം പറയാൻ, നീ ഇതൊന്നും കണ്ട് ടെൻഷൻ ആവണ്ട, നീ നന്നായിട്ട് തന്നെ പഠിച്ചോളുണ്ട്, നീ നല്ലൊരു നിലയിൽ തന്നെ എത്തും, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നിഖില് ഗൗതമിൻ്റെ കാലിൽ വീണങ്ങ് പറയാൻ കേട്ടോ. ക്ഷമ ചോദിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്, എൻ്റെ ജീവിതം ഇപ്പോൾ തന്നെ ഇല്ലാതാക്കിയതിനെ ഇവരെല്ലാവരും കൂടിയിട്ട്, ചെയ്യാത്ത കുറ്റത്തിന് ഞാനിപ്പോൾ ശിക്ഷിക്കപ്പെട്ടേനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതമിൻ്റെ കാലിൽ വീണങ്ങ് നന്ദി പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ഗൗതം നിഖിലിനെ അങ്ങ് പിടിച്ചിട്ട്, എന്താ നിഖിൽ നീ ഈ കാണിക്കുന്നത് എന്ന് പറയും. അല്ല, ഗൗതം സാർ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇന്ന് എന്താകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ നിഖിൽ അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ഗൗതമിനോട് അങ്ങ് പറയാണ്. അപ്പോൾ ഗൗതം നിഖിലിനോട് പറയാണ്, നീ നിന്റെ ചേച്ചിയെ പോലെ ആവണം, നിന്റെ ചേച്ചി കണ്ടില്ലേ എന്തൊരു തൻ്റെ ഇടത്തോടു കൂടിയാണ് നിന്റെ ചേച്ചി ജീവിക്കുന്നത്, ഒരാളുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല,
നിന്റെ ചേച്ചിക്ക് ശരി എന്നുള്ളത് ആരുടെ മുന്നിലും തല കുനിക്കാതെ തന്നെ എല്ലാ കാര്യവും തുറന്നു പറയും. അതുപോലെ ആവണം നീയും. നീ ഒരിക്കലും ഇങ്ങനെ തളർന്നു പോവരുത്. നിന്റെ ചേച്ചിയെ കണ്ടു പഠിക്കണം. നിന്റെ ചേച്ചി കണ്ടില്ലേ, ഒരാൾക്ക് വേണ്ടിയിട്ടും അത് ആർക്ക് തന്നെ വേണ്ടിയിട്ടാണെങ്കിലും തെറ്റിന്റെ ഭാഗത്ത് നിൽക്കുകയോ തോറ്റു കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. അതുപോലെ ആവണം നിഖിൽ നീയും എന്നൊക്കെ പറഞ്ഞ് ഗൗതം അങ്ങ് ഉപദേശിക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ ഈ ഗൗതമുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് സമാധാനിപ്പിക്കാൻ കേട്ടോ നിഖിലിനെ. അങ്ങനെ നിഖിൽ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ഗൗതമിനോട്. അപ്പോഴാണ് സിസ്റ്റർ വന്ന് പറയുന്നത്, നിങ്ങളുടെ അമ്മ നിങ്ങളെ വിളിക്കുന്നുണ്ട്, ചന്ദ്രി വിളിക്കുന്നുണ്ട് എന്നങ്ങ് പറയണം. അപ്പോൾ നിധി ചന്ദ്രിയുടെ അടുത്തേക്ക് അങ്ങ് ഓടി ചെല്ലുകയാണ്. അപ്പോൾ രേണുകയാണെങ്കിലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ കള്ളത്തരം കയ്യോട് കൂടി തന്നെ ആ ഗൗതം കണ്ടുപിടിച്ചു എന്നുള്ള ആ ഒരു നാണക്കേടോട് തല താഴ്ത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പരിഭ്രമിച്ച് വഷളായും കൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ് കേട്ടോ.